ജസ്ന നമുക്കൊപ്പം തുടരുന്നുണ്ട്. ജസ്ന, അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയ വിമർശനങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ ഒരു കേസിലേക്ക് വരെ കാര്യങ്ങളെത്തി. ആ കേസ് വന്നത് എങ്ങനെയായിരുന്നു? അത് നിയമപരമായുള്ള നടപടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ജാഗ്രത പാലിക്കണമല്ലോ. എങ്ങനെയായിരുന്നു? ഇപ്പം നിലവിലെ അവസ്ഥ എന്താണ്? ഇപ്പൊ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയാ, എന്ത് നേടിയിട്ടും നമുക്ക് കാര്യമില്ല, വിദ്യാഭ്യാസം തന്നെ വേണം എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് എനിക്ക് ഈ കേസാണ്. ഈ ഗുരുവായൂർ പരിസരത്ത് ഫോട്ടോയും വീഡിയോയും അലോഡ് അല്ല എന്ന് പറഞ്ഞിടത്ത് അവരവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, മതാചാര ചടങ്ങിൽ വീഡിയോസും ഫോട്ടോസും എടുക്കാം. അപ്പൊ ഞാൻ അവിടെ ഉത്സവത്തിനാ പോയത്. അപ്പൊ അത് മതത്തിന്റെ ഒരു ആചാരമല്ലേ, ആ ഒരു ആചാരത്തിൽ ഞാനും വിശ്വസിക്കുന്നില്ലേ എന്ന് കരുതി കണ്ണൻ ഒരു ഹരേ കൃഷ്ണമാല, അത് ആണല്ലോ, എനിക്ക് ഈ വീട് പണി പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് തരണേ കണ്ണ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ 101 ഹരേ കൃഷ്ണ എഴുതിയിട്ടൊരു മാല കോർത്തിട്ട് അവിടെ ചാർത്തിയത്. അപ്പം പലരും ചോദിച്ചിട്ടുണ്ട്, വിശ്വാസം മനസ്സ് പോരെ, അത് പ്രകടിപ്പിക്കേണ്ട, ഇങ്ങനെ പബ്ലിക്കായിട്ട് പ്രകടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഓരോ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തതും എന്തിനാ വെച്ചാല് എന്റെ കുറച്ച് കുടുംബം, അല്ലെ എന്റെ കുറച്ച് സമൂഹത്തിലുള്ള കുറച്ച് ആൾക്കാര്, ഞാൻ തോറ്റി എന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ തോറ്റില്ല, ഞാൻ ഇപ്പോഴും കണ്ണന്റെ അടുത്ത് തന്നെ പോവാറുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തതായിരുന്നു. പക്ഷെ അത് കഷ്ടകാല സമയത്ത് എന്താ പറയാ, ഞാഞ്ഞൂലും പാമ്പായി വരും എന്ന് പറഞ്ഞതോളം അതെനിക്ക് തന്നെ തലതിരിച്ചു വന്നു. അതിപ്പം കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുക. അതെ. അപ്പോൾ അതങ്ങനെ അതിനെയും അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. മറ്റൊന്ന്, ജസ്നയുടെ ഓരോരോ പടിപടിയായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, ജീവിതത്തിലെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, അന്ന് ജസ്ന പറഞ്ഞൊരു കാര്യം, എൻ്റെ ഭർത്താവിനെ കുറിച്ച് അന്ന് സംസാരിച്ചിരുന്നു ജസ്ന. ഭർത്താവ് വളരെയധികം അഭിമാനിക്കുന്നു, ഞാനൊരു ചിത്രകാരി, പ്രത്യേകിച്ച് ഇത്തരത്തിൽ ജസ്നയുടെ ഭർത്താവ് എന്ന് പറയുന്നത് വലിയ അഭിമാനമായിരുന്നു അദ്ദേഹത്തിനെന്ന്. ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഉയരുന്നത് താങ്കൾക്കൊപ്പം നടക്കുന്ന, താങ്കൾ സഹോദര തുല്യൻ എന്ന് പറയുന്ന അരുണിനെ വെച്ചിട്ടൊക്കെ ഒരുപാട് വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വരുന്നുണ്ട്. അരുൺ ആരാണ് ജസ്നയ്ക്ക് എന്ന് ചോദിക്കേണ്ടത് ഞാനടക്കമുള്ള ആർക്കും അതിനുള്ള അവകാശമില്ല. അതുകൊണ്ട് ഞാനത് ചോദിക്കുന്നുമില്ല. ജസ്ന അതിനുള്ള മറുപടി നേരത്തെ പറഞ്ഞു കഴിയുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ കേൾക്കുന്നില്ല, ഹസ്ബൻഡിനെ കുറിച്ച്. അദ്ദേഹം എവിടെയാണ് ഇപ്പോൾ? അദ്ദേഹത്തിന് എന്താണ് പറ്റിയത്? അദ്ദേഹം പിന്തുണയ്ക്കുന്നതൊക്കെ നിർത്തിയോ ജസ്നയെ? പിന്തുണയ്ക്കുന്നത് നിർത്തിയതല്ല, എന്റെ ഭർത്താവിന്റെ ജോലി പോകുന്ന ഒരു സാഹചര്യം വന്നു. ഈ സമൂഹത്തിൽ നിന്നും അത്രമേൽ ഞങ്ങളെ ദ്രോഹിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പം ദുബായിൽ അദ്ദേഹത്തിന്റെ ജോലി പോകുന്ന ഒരു അദ്ദേഹം എവിടെയും പറയായിരുന്നു, ജസ്ന സലീം എന്ന് പറയുന്നത് എന്റെ വൈഫാണ്, സലീം ഞാനാണ് എന്ന് എല്ലായിടത്തും പറയുന്ന ഒരു മനുഷ്യനായിരുന്നു. ജോലി പോയി നമ്മള് കാരണം എന്താ വെച്ചാൽ എന്റെ വീട്ടിലെ കാര്യങ്ങൾ, അവിടെ ഭർത്താവിന്റെ വീട്ടില് വീട് വെച്ചതും കാര്യങ്ങളൊക്കെ ലോണ് എടുത്തിട്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ എന്റെ ഭർത്താവ് തന്നെയായിരുന്നു നോക്കാറ്. എന്നെ ഏൽപ്പിച്ചത് എന്റെ മാതാപിതാക്കൾ നോക്കാനായിരുന്നു. എന്നോട് അദ്ദേഹത്തിന്റെ ജോലി പോയി, അദ്ദേഹം അവിടെ പെട്ടുപോകുന്ന ഒരു സാഹചര്യം വന്നു. രണ്ടാമത് പലരുടെയും കൈയും കാലും പിടിച്ചിട്ടാണ് വേറൊരു ജോലി കിട്ടിയത്. അപ്പൊ അദ്ദേഹത്തിനും മനസ്സിലായി എന്റെ പേര് പറഞ്ഞാൽ അത് അദ്ദേഹത്തിനും വിഷയമാണ് എന്ന് തോന്നിയപ്പം ഞാൻ തന്നെ പറഞ്ഞു, ഇക്കാക്കെ നിങ്ങൾ എവിടെയും എന്റെ പേര് പറയല്ലേ, നമുക്ക് ജീവിതമാണ് വലുത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞത് പോണം, എനിക്ക് എവിടെയും വിഷയം എന്റെ തട്ടമായിരുന്നു. ആ തട്ടത്തെ ഞാൻ മരിക്കുന്നതിന് തുല്യം ആ തട്ടത്തെ ഉപേക്ഷിക്കുന്നതല്ലേ എന്ന് കരുതി ഞാൻ ആ തട്ടത്തെ ഉപേക്ഷിച്ചു. അതേപോലെ ഞാൻ പറഞ്ഞു കൊടുത്തു, നമുക്ക് എവിടെയും ആരോടും നിങ്ങൾ പറയരുത് ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്നുള്ള. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളാണ് പട്ടിണി കിടന്നു പോവുക, അല്ലെ നമ്മുടെ കുഞ്ഞുങ്ങളാണ് കഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞ അദ്ദേഹവും ഇപ്പം എവിടെയും ജസ്ന എന്നുള്ള പേര് പറയാൻ നിൽക്കാറില്ല. കാരണം നിന്നാൽ അത്രമേൽ ദ്രോഹിക്കുക ചെയ്യുന്നത്. പണ്ട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെ ഇപ്പം എന്റെ പേര് പറയുമ്പം ദ്രോഹിക്കാനാണ് ശ്രമിക്കുന്നത്. അത് എന്തിനാണ് എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ ജസ്നയ്ക്ക് എന്തായാലും മാനസികമായിട്ടൊരു പിന്തുണ അദ്ദേഹം തരുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണല്ലോ ജസ്ന ഇപ്പോഴും ജസ്നയുടെ പേരിനൊപ്പം അദ്ദേഹത്തിന്റെ പേരും കൂടി ചേർത്ത് വെച്ച് തന്നെ അറിയപ്പെടുന്നതും. തട്ടം മാറ്റി എന്ന് പറയുമ്പോഴും ജസ്ന സലീം എന്ന് തന്നെയാണ് ജസ്നയുടെ പേര് ഇപ്പോഴും. അപ്പോൾ ആ സപ്പോർട്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. അദ്ദേഹം ഇപ്പൊ ദുബൈയിലാണല്ലേ? അദ്ദേഹം ദുബായിലാണ്. സുഖമായിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇപ്പം അരുണിനെ കുറിച്ച് പറഞ്ഞത് പോണം, താങ്കൾ പറഞ്ഞല്ലോ അരുണിനെയും എന്നെയും കുറിച്ച് പറഞ്ഞത്. അരുണിനെ മാത്രല്ല, എനിക്ക് എന്റെ സഹോദരിയുടെ മകന്റെ കൂടെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്
അവന്റെയും എന്റെയും വീഡിയോ എടുത്ത്, കാരണം ഞാൻ അവന്റെ ചെറിയമ്മ, ഡിഗ്രിക്ക് പഠിക്കുന്ന കൊച്ചു പയ്യനാണ് അവന്. അവന്റെയും എന്റെയും ഫോട്ടോ വെച്ചിട്ട് പല രീതിയിലാണ് സംസാരിച്ചത്. അത് അവന്റെ കോളേജിലൊക്കെ അറിഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, ജസ്റ്റ് ആ കോളേജിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ഈ അരുണ് എന്നല്ലാതെ, അല്ലെ എന്റെ ഫാദർ എന്നല്ലാതെ മറ്റൊരാളെ കുറിച്ചും എനിക്ക്, എന്റെ വീട്ടിലെ ഒരാളെ കുറിച്ചും എനിക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യം. പറഞ്ഞാൽ അവരെ പിന്തുടർന്ന്, ഇപ്പം പലരും പറയുന്നുണ്ട് ഞാൻ മതം വിട്ടിക്കേ പോയിക്കോട്ടെ, അവള് മതത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വലിയ കാര്യമില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം വിഭാഗ ആൾക്കാർ പിന്നെ എന്റെ എന്നെ ഇങ്ങനെ ക്രൂരമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ് ജസ്ന. എന്തായാലും അവരെല്ലാവരും ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ അവർ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. നമ്മൾ അവസാനിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ ചോദ്യം കൂടി, അതിന് വളരെ ചെറിയ ചുരുക്കം മറുപടി തരണം. കൃഷ്ണനെ വരച്ചാണ് അറിയപ്പെട്ടത് ജസ്ന എന്ന കലാകാരിയെ. കൃഷ്ണനെ മാത്രമേ വരയ്ക്കുകയുള്ളൂ, വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിച്ചിട്ടില്ല ഇതുവരെ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. പക്ഷെ ആ ചിത്രങ്ങളൊന്നും അത്രമേൽ ഭംഗി കൊടുക്കാനോ അല്ലെ അത്രമേൽ ഒരു ചൈതന്യം കൊടുക്കാനോ എനിക്ക് പറ്റിയില്ല. എനിക്ക് പറ്റുന്നത് ഈ ഉണ്ണിക്കണ്ണന്മാരെ മാത്രമാണ്. എനിക്കും ഒരു തൃപ്തി, അല്ലെ മേടിക്കുന്ന ഒരാൾക്കും ഒരു തൃപ്തി വരുന്നുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഈ കണ്ണനിലേക്ക് മാത്രമായി പോയത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് വളരെയധികം നന്ദി. താങ്ക് യു.